പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരൻ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും പിടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് എല്ലാത്തിന്റെയും സത്താവാകുന്നു, സകലത്തിന്റെയും എന്നേക്കും.
കാര്യങ്ങളെല്ലാം അവിടുത്തെ അറിയിച്ചു. ജനം ഏകസ്വരത്തിൽ പറഞ്ഞു, കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം. ജനത്തിന്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തിമോഥെയോസിന് 1 ലേഖനം അധ്യായം 1 മുതൽ 19 വാക്യങ്ങൾ. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുമ്പ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാര്യങ്ങൾ ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകുന്ന വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നത് ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. എന്റെ മകനായ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രവചനങ്ങൾക്കനുസരണം വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ വരവേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് വിശ്വാസം തീർത്തും നശിപ്പിച്ചു കളയുന്നു.
സുവിശേഷം. A reading from the Holy Gospel according to John. Now a man was ill, Lazarus from Bethany, the village of Mary and her sister Martha. Mary was the one who had anointed Lord with perfumed oil and dried his feet with her hair. It was her brother Lazarus who was ill. So the sisters sent word to him saying, Master, the one you love is ill. When Jesus heard this, he said, This illness is not to end in death, but is for the glory of God, that the Son of God may be glorified through it. Now Jesus loved Martha and her sister and Lazarus. So when he heard that he was ill, he remained for 2 days in the place where he was. Then after this he said to his disciples, Let us go back to Judea. The disciples said to him, Rabbi, the Jews were just trying to stone you, and you want to go back there? Jesus answered, Are there not 12 hours in a day? If one walks during the day, he does not stumble because he sees the light of this world. But if one walks at night, he stumbles because the light is not in him. He said this and then told them, Our friend Lazarus is asleep, but I am going to awaken him. So the disciples said to him, Master, if he is asleep, he will be saved. But Jesus was talking about his death, while they thought that he meant ordinary sleep. So then Jesus said to them clearly, Lazarus has died, and I am glad for you that I was not here, that you may believe. Let us go to him. So Thomas called Didymus said to his fellow disciples, Let us also go to die with him. Glory to you, Christ our Lord. Please be seated. Dear Reverend Fathers, sisters, my dear friends, I am so happy to see this much people gathered here today for this Holy Kurbana. I know it is the reason because we love Father Joseph. So he is the central point for our coming together, especially in this Holy Mass here today. So he is a live present before us. So I thought when he told me that he is going to celebrate the 25th anniversary of his ordination, I didn't believe. I thought, so you completed 25th year? I thought you are only 15 years. Because when you look to him, he looks only at 15 years of old. Isn't it? So young he looks. So it was very difficult for me to believe that he is celebrating his 25th year of his ordination. So Father Joseph, we congratulate you and thank you for inviting and celebrating with us this very important nice situation here. So God's blessings upon you. My dear friends, it is very fitting that we celebrate this celebration of Jubilee, the anniversary of his priesthood, together with the feast that we celebrate today. We celebrate the feast of Holy Trinity. This is one of the fundamental principles of our faith. In the faith creed that we profess every day in the Holy Kurbana and in other prayer forms, we repeatedly says we believe in God the Father, God the Son, and God the Holy Spirit. This is very fundamental aspect of our faith, and we celebrate that mystery of God today in the church as a great feast. You know, there are two kinds of feasts we celebrate. One kind of feast we call the feast connected to the salvific action of Christ, Jesus Christ. That is Christmas, Easter, Pentecost, Good Friday, Holy Thursday. All these feasts we call those feasts connected to the salvific action of Christ among us. Then there is another kind of feast that we celebrate mainly our saints. You know, we
celebrate the feast of St. Anthony, St. Jude, St. Alphonsus, so many other kinds of feasts we celebrate. But this feast comes, this Maranaya Tirunal, that means those feasts connected to the salvation of our soul, that is directly connected to the life of Jesus Christ and the main principles of our faith. And today we celebrate this feast of Holy Trinity. When I was in the school time, in early 70s, then we studied the catechism. Those days, the catechism that we taught in our schools, that was called Baltimore Catechism. The book was called Baltimore Catechism. That was the former catechism book we used. That book is in a different form, not like the one that we use today. That book was different questions about our faith, our religious practices. And the first question of that book was, who created you? Then the answer is given there, God created you. And how many people in the God? There are 3 persons in the God. So that was a mystery of the faith that we teach. And this is a great mystery of our faith. And that concept was very difficult to comprehend for a human mind. And one man who was so much agitated or very much perplexed with that idea, that mystery, was Saint Augustine. He could not comprehend it very easily because one God, 3 persons, how it is then? So that was a big question before him. So he was thinking about that mystery of God, and while he was walking through the seashore, a boy was standing there and he was trying to take water from the ocean. He was filling that water with the small pond that he created in the seashore. When Augustine watched this action of this boy, he asked this boy, what you are doing? He told, I am going to dry this water, this ocean. And he Then he told him, hey foolish, what foolishness you are doing? How you can drive this old ocean to this small pit or this small pool? Then he told him the truth. If it's not possible for me, the thing that you are thinking, you cannot even comprehend what you are thinking about the mystery of God. So, in our human understanding, it may be very difficult for us to understand how one person, God, and in three forms or three manifestations. So, if we take the history of mankind, you see, the early part of our human history, in the Old Testament, we see the presence of God, the Father, among the people, how God created the world, and how God interfered in the life of the and how God directed the history of mankind is well told in the Old Testament descriptions, and all the books describes to us the presence of God the Father and the activities of God the Father very well told in the Old Testament. Then when we proceed, you see the presence of Jesus Christ, the Son of God. And He came and He lived among us and He showed us how to live a Christian life. And He preached to us, He died on the cross, and He has taken to heaven. So up to that time there is a presence of Christ among us in the form of a man, and He directed the history in the life of mankind. So the presence of Son of God is there. Then He told to His apostles, I will send to you a comforter. When that comforter comes, he will teach you everything. On the day of Pentecost, God sent that Holy Spirit to us, and the whole world was filled with that Holy Spirit. And from that time onwards, we
the presence of Holy Spirit very active, and that is the dynamic element that proceeds the church and the whole world even today. So that is a basic principle of our life. The Holy Spirit is guiding us. So these three persons is involved in the history of mankind and is working together with us and is taking our history towards a great goal, a great end, that is our heaven that we are looking for. So this is a great mystery the church teaches us in our catechism, and we profess that in the mystery of God whenever we come for the Holy Mass or some prayers. We profess and proclaim this mystery of God. And what this mystery is teaching us? God is one at the same time. There are three persons. That means God is one in the united one becomes a diverse elements. So God is working in a diverse situations. So that's a human. We say God's reality. God is one at the same time. This as a family. It's like a family. So that teaches that our human situation is also a family. In our family systems, there is a kind of trinity we can see: father, mother, and children. So these three factors may come together, and that makes the great mystery of humanity, that is the family. So what happens in a family? There is a communion and communication. So these two elements are very clear and evident in the mystery of God also, and in our human family system also. If we don't have that communion and communication, or proper communion and communication, there will be some problems. So what is lacking today in our life? We don't have enough communications and enough communion in our families. That creates some problems in our life today. So this mystery of God reminds us, though we are diverse in our faith expressions. We take the example of church. We profess that church is one. At the same time, we know that church is in diversity. It expresses different forms. There are various churches in the Catholic communion, and there are several Eastern churches. They express their faith in different modes. So there is always a unity, at the same time there is a diversity. So that is the beauty of our Christian faith. We believe in one God, and we profess these three persons in our faith. So this day we profess that we become aware of this reality of God and accept that reality in our life, and we share that reality in our human situations and profess that same reality to our family life, our community life. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഈ ജൂബിലി ദിവസവും ഇന്ന് ഒരുമിച്ച് വന്നത് വളരെ ഒരു സന്തോഷകരമായ ഒരു അവസരമായി ഞാൻ കരുതുകയാണ്. ഒരു പുരോഹിതന്റെ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഏകതയിലും അതേസമയം വൈവിധ്യത്തിലും ഉൾക്കൊള്ളുന്നതാണ്. One priest is in a multiple forms experiencing. ഒരു അച്ഛൻ ഒരു ഇടവകയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് പല റോളിലാണ് ആ ഒരു വൈദികൻ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷനാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് സേവനം ചെയ്യുന്നത്. ഒരു വൈദികനെ നമുക്ക് ഏറ്റവും അടുത്ത് ഉപമിക്കാവുന്നത് നമ്മുടെ വീട്ടിലെ അമ്മയോടാണ്. അമ്മ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടുന്നു, ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് വളർത്തുന്നു. അതുപോലെയാണ് ഒരു വൈദികൻ ഒരു കുടുംബത്തിന്, ഒരു ഫാമിലിയാകുന്ന ഇടവകയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അവിടുന്ന് കാഴ്ചവെച്ചുകൊണ്ട് പല രൂപത്തിലാണ് ഒരു വൈദികൻ ഇടപെടുന്നത്. ചിലപ്പോൾ നിസ്സാരക്കൂട്ടിലെ ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ നമുക്ക് തെറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തന്നു നമുക്ക് വിധിയാളനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വൈദികനുണ്ട്. നമ്മെ വിശദീകരിക്കുവാനായിട്ട് കൂദാശകളിലൂടെ നമ്മുടെ മുമ്പിൽ ആഗതനാകുന്ന ഒരു വൈദികനുണ്ട്. നമ്മളെ സഹായിക്കുവാനായിട്ട്
So there are certain things we cannot give in return by our human things. മാനുഷികമായ രീതിയിൽ നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഒരു പുരോഹിതന്റെ സേവനം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത്. We cannot return in our human things or human performance. Only thing we can put him before the Lord and ask the Lord to bless him and keep him safe and comfortable. ഒരു വൈദികന് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് ഏതെങ്കിലും മെറ്റീരിയൽ തിങ്സിലൂടെ നമുക്കൊരു വൈദികനെ നമുക്ക് ഒരിക്കലും തൃപ്തരാക്കാൻ അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല ആ സ്നേഹം. എന്നാൽ അദ്ദേഹത്തിന് ദൈവത്തിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ വൈദികനെ അനുഗ്രഹിക്കണമേ, അങ്ങനെ സ്വന്തമായി സ്വീകരിക്കണമേ, കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും കരണീയമായിട്ടുള്ള ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു സമ്മാനം നമുക്ക് അച്ഛന് കൊടുക്കാൻ കഴിയുന്നത്. എല്ലാ അച്ഛന്മാരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. അവരെല്ലാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ടിട്ടുള്ളവരാണ്. Why God selects some people? You take the example of Moses. When people Israel, they were suffering in Egypt, they were crying before God to save them from the persecutions, from the hardships they were going through. Then God, their cry reached into God, and God chose Moses and called to Moses, the cry of the people have come to me, so you have to go behalf of me and talk to Pharaoh. So he was sent by God to talk on behalf of the people. So ദൈവജനത്തിന് വേണ്ടി ദൈവം തന്നെ തിരഞ്ഞെടുത്ത് അവരുടെ സങ്കടങ്ങളെ ഒപ്പിയെടുക്കുവാൻ അല്ലെങ്കിൽ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദൈവം വിനിയോഗിക്കുന്നവരാണ് പുരോഹിതർ. അവരുടെ ആ വിളി ദൈവത്തിൽ നിന്ന് വരുന്ന വിളിയാണ്, നമ്മുടെ ആരുടെയും തിരഞ്ഞെടുപ്പല്ല. അത് ദൈവം തന്നെ അവരെ തിരഞ്ഞെടുത്ത് ആക്കുന്നതാണ്. ഓരോ ദൈവവിളി എവിടെയും ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എവിടെയോ ഒരു പ്രായം, ഒരു കരച്ചിൽ ദൈവം കേട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണ്. അതുകൊണ്ടാണ് ഓരോ ദൈവവിളിയുടെ പ്രസക്തി, അതിന്റെ അർത്ഥം, വില നമുക്ക് മനസ്സിലാക്കുന്നത്. This is the result of a cry of somewhere, someone you put before the Lord. ദൈവത്തിന് മുൻപിൽ ആരൊക്കെയോ നിലവിളിച്ചതിന്റെ ഫലമായിട്ടാണ് ഓരോ ദൈവവിളികളും ഉണ്ടാകുന്നത്. അത് ദൈവം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്രകാരമുള്ള ദൈവവിളികൾ. So our Sri Lanka Church was so blessed to have many vocations. We have so many priests and sisters working in different parts of the world. But I have some concern regarding the Sri Lanka Church in our situation in America, because we don't have that much vocations coming up from our parishes and our families. ഇത്രയും കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലായിരുന്നു എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നമുക്ക് ഒരു 50 അച്ഛന്മാരും 100 സിസ്റ്റർമാരെങ്കിലും നമ്മുടെ ഈ അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകുമായിരുന്നു. But we have only 7 priests ordained for the Diocese of Sri-Lanka. 7 students are studying for our diocese here in the seminary, and very few sisters here and there join the convent. So that gives us a great question mark. അതൊരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിൽ തരുന്നുണ്ട്. ഇത്രയും കുടുംബങ്ങൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇത്രയും ദൈവവിളികളെ ഉള്ളൂ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഒരു ആത്മശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. Something is wrong somewhere. എവിടെയോ ചില പോരായ്മകൾ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. That is basically a lack of faith. വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും അപാകതകളോ പാളിച്ചകളോ പോരായ്മകളോ ആണ് നമ്മുടെ ഈ ദൈവവിളികൾ കുറഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്. So it is high time to revive our faith, and especially the faith in the Eucharist. So that is why in all over America we are celebrating or we are dedicating for the Eucharistic revival. You all know that next month, in July, we are going to have a Eucharistic Congress, National Eucharistic Congress in Indianapolis. So that will attract more people from different parts of this
country, and we all are striving to bring back our people to the faith in Jesus Christ, and especially to the Eucharistic Lord who is inviting us. അധ്വാനിക്കുകയും ഭാരമായി ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ഈശോയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ യൂക്കറിസ്റ്റിക് കോൺഗ്രസിലൂടെ നമ്മൾ അർത്ഥമാക്കുന്നത്. Eucharist and the priesthood, these are very much connected. There is no Kurbana without priest, and there is no priesthood without the Kurbana. Priesthood and the Eucharist. So we have to pray and we have to work together to have Eucharistic awareness among our people. And if we create that Eucharistic awareness more and more, then really, surely God will send more servants in the church, more priests we will get. So, all your prayers I invite to this cause of our church all over the world. We have more vocations and more people come to realize the presence of Christ among us through the Eucharistic celebrations. Thank you. Lord, have mercy on us. Lord, have mercy on us. Merciful Father, God of all consolation, we pray to you. Lord, have mercy on us. Our Savior and Guardian, and the provider of all things, we pray to you. Lord, have mercy on us. For peace, unity, and stability in the whole world and all the churches, we pray to you. Lord, have mercy on us. For our nation, for all the nations, and for the faithful everywhere, we pray to you. Lord, have mercy on us. For a temperate climate, plentiful harvest, and prosperous year, and the well-being of the whole world, we pray to you. Lord, have mercy on us. For the well-being of our Holy Father, Pope Francis, the head of the Universal Church, our major Archbishop, Raphael, the head and father and son of our church, our Bishop Marjoy, the Bishop and father of our diocese, and for all of the bishops and their fellow ministers, we pray to you. Lord, have mercy on us. Let us commend ourselves and one another to the Father, to the Son, and to the Holy Spirit. Lord our God, we commend ourselves to you. Lord Almighty God, we humbly implore you, fill us with your merciful grace, pour forth your gifts through our hands. May your blessings and grace obtain forgiveness of debts and remission of sins for the flock you have chosen in your infinite mercy, the Father, the Son, and the Holy Spirit, the Lord of all, forever. Amen. Bless us, O Lord, brothers and sisters, bow your heads in the position of hands and receive the blessing. Lord Almighty God, yours is the Holy Catholic Church, the flock, redeemed through the passion and suffering of your anointed one, through the grace of the Holy Spirit, who is one in divine being with you, the orders of true priesthood are conferred by the imposition of hands. In your great mercy, you have made us worthy, weak and lowly though we are, to be distinctive members of your mystical body, the Church, to minister to the faithful. Lord, fill us with your mercy and grace, and pour forth your blessings through our hands. May your mercy and blessings be on us, and on this your chosen people. Merciful God, bless us, grant that all of us as one body may properly praise you throughout our lives, by works of justice that reconcile us with you. Make us worthy to offer you never-ending praise, homage, thanksgiving, and adoration, the Father, the Son, and the Holy Spirit, the Lord of all, forever and ever. Let all who have been baptized and sealed with the sign of life participate in these holy mysteries attentively and devotedly. കർത്താവിന്റെ ദൃഢമായി ശരണപ്പെടുക
He ascended in heaven and sits at the right hand of his Father. He will come again to judge the living and the dead. We believe in one Holy Spirit, the Spirit of truth, who proceeds from the Father and the Son and the Holy Spirit. We believe in one holy Catholic and Apostolic Church. We confess our baptism for remission of sins, the resurrection of the body, and life everlasting. Amen. May God, the Lord of all, strengthen you to sing His praises. Let us pray. Peace be with us. Let us pray for the memory of our fathers, the patriarchs and the bishops, and for all priests, deacons, young men and virgins, our parents, brothers and sisters, sons and daughters. Let us remember all the rulers who love Christ and are faithful to Him, and all who have departed from this world in true faith in the grace of Christ. May the sacrifice attain for us help, salvation, and life everlasting in the kingdom of heaven. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിനാകുന്ന ദൈവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ ഇടയവരും ഭാവികളുമായി നിൽക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും കുറച്ച് വിശ്വാസത്തോടും കരുതൽ ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. My brothers and sisters, give peace to one another in the love of Christ. Let us thank the Lord and entreat Him with pure and confident hearts. Let us stand with due reverence and be attentive to the awe-inspiring mission King celebrated. The bishop is informed that peace may flourish through his intercession. Bow your heads, let us lift up our thoughts to heaven and pray fervently and devoutly in our hearts. Peace be with us. Oh
മനുഷ്യവംശത്തോടുള്ള കരവാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ ആരാധിക്കുന്നു. അഗ്നിമയന്മാരുമായ സ്ത്രീയ സൈന്യങ്ങൾ അവയുടെ നാമം പ്രവർത്തിക്കുന്നു. പരിശുദ്ധരും മലരുമായ പ്രവന്മാരോടും സാഹന്മാരോടും ചേർന്ന് നാഥനായ ആരാധന സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ അനുഭവത്തിന്റെ സ്മരണകൾ ആചരിക്കുന്നു. താൻ എനിക്ക് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ കുറിച്ചുകൊള്ളുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്തതും അത്ര വലിയതുമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവത്തിൽ നിങ്ങളെ പങ്കുകാരാക്കുവാൻ നിങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് വിളിച്ചുപോയങ്ങളെ ശ്രദ്ധിക്കുകയും മൃതരായങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായങ്ങളെ കടമക്ഷമിച്ച് വിശദീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ കഠിനമായ പ്രകൃതിയെ നിസ്സമത്വമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങളുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളുടെ സ്ത്രീയ ബഹുമാനവും പ്രതിനിധിയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
Pray in your hearts, peace be with us. For the Supreme King Pope Francis, the Lord and Head of the Universal Church, for the Major Archbishop Maramthi, the Father and Head of our Church, for the Bishop Marjoy, the Father and Head of our Diocese, for all bishops, for the Holy Catholic Church, for priests, consecrated men and women, lay ladies, scholars, and all those who are in authority, Lord, mighty God, receive this Kumana. Lord, graciously receive this Kumana. For the honor and glory of all the prophets, disciples, martyrs, confessors, and all the just and holy fathers who have found favor in your presence, Lord, receive this Kumana. Lord, graciously receive this Kumana. For all those who suffer under in distress, the poor and the oppressed, the sick and the afflicted, for all those who have departed from us in your name, for this your people who have your mercy with faithful, and for us your unworthy servants, Lord, receive this Kumana. Lord, graciously receive this Kumana. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിൽ അർപ്പിക്കുന്നു. ജീവിതകാലങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് കർത്താവായ ദൈവമെന്നും അങ്ങയുടെ പരിപൂർണ്ണനായ ശംസിയായി നയിച്ചെന്നും ഉപവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ ശിയാവുന്ന ജീവദായകമായ സുവിശേഷം വഴി വിശ്രമാമോദിസാകട്ടെ. സജീവവും ജീവദായകമായ അടയാളത്താലും പരിശുദ്ധ സഭയുടെയും സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും ശരിയും ഞങ്ങളെ പ്രശ്നമില്ല മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈ ശംസിയായുടെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ധാരണത്തിന്റെയും മകനീയവും ഭയഭക്തിരകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. Let us pray in silence and reverence. Peace be with us. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസന്റെ കൃപാലയോട് നാമസ്ഥിതിയെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് ഗുണങ്ങളും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിയുടെ ആശയ്ക്കും നിന്നെ പ്രതിപ്രതി എല്ലാവരോടും ഒന്നിച്ച് സ്വകരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാവിധിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയും ചെയ്യുന്നു. Jai
The grace of our Lord Jesus Christ, the love of God the Father, and the fellowship of the Holy Spirit be with us all, now, always, and forever. Let us approach the mysteries of the precious body and blood of our Savior with reverence and respect. With complete dedication and humility, let us receive these life-giving gifts. Let us partake in the holy mysteries of the Church with pure and contrite hearts. With the hope arising from repentance, let us turn away from wrongdoing, repent of our sins, and forgive the trespasses of our brothers and sisters. Let us pray to God, the Lord of all, for mercy and forgiveness. Lord, forgive the sins of your servants. Let us cleanse our hearts, turning away from dissensions and conflicts. Lord, forgive the sins of your servants. Let us free our souls from envy and hatred. Lord, forgive the sins of your servants. Let us receive the Holy Quran and be sanctified by the Holy Spirit. Lord, forgive the sins of your servants. Let us receive the sacred mysteries in peace and unity with one another. Lord, forgive the sins of your servants. Our Lord, in the sacred mysteries, we pray the resurrection of our bodies and salvation of our souls. May the source of life and mercy. Amen. Let us pray, peace be with us. Lord, let peace flourish in our midst and tranquility in our hearts. May our tongues proclaim your truth when our mouths are turned in your hearts. And we sing your praises with lips on fire. And may your cause be our protection. Make us worthy to pray with the conference we have received from you, the magnificent prayer you taught your disciples, saying, when you pray thus, our Father in heaven, Hallowed be thy name, thy kingdom come, thy will be done, on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. For thine is the kingdom, the power, and the glory, forever and ever. Amen. Lord God Almighty, fullness of all goodness, our merciful Father, we entreat you for your mercy. Do not lead us to temptation, deliver us from the evil one and his force. For yours is the kingdom, the might, the power, and the dominion in heaven and on earth, now, always, and forever. Amen. Peace be with you. With you and with your spirit. God the Father is holy, God the Son is holy, God the Spirit is holy. Glory be to the Father, to the Son, and to the Holy Spirit, forever. Amen. സമയത്തെ സ്തുതിക്കാനിടേ, എല്ലാ മനുഷ്യരുടെ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ.
നമ്മെ ജീവിക്കുന്ന കർത്താവേ, ശംശിഹായുടെ പ്രഭാവനം അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നാളുകളുടെ യോഗ്യവും എല്ലാ കാലങ്ങളിലും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മാതിരി ആസ്വദിക്കുവാനും മാലാഖമാരോട് നാമത്തെ സ്തുതിക്കാനും അങ്ങയുടെ ദാനമായ ദിവസങ്ങൾ കൊള്ളുവാനും മഹോന്നതനായ ദൈവമേക്ക് സ്ത്രീയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആരംഭിക്കാനും ബലഹീനരായ കാരുണ്യപൂർവ്വമായി യോഗ്യരാക്കി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സകലത്തെയും പൗത്രീകരിക്കുന്നതിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ വിശുദ്ധാത്മാവോട് നമ്മെ യോഗ്യരാക്കി വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, നിങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ ആചാരം നിന്റെ കാരുണ്യത്തിലെ ഞങ്ങളുടെ കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തുകളെയും പ്രത്യാശിക്കും നിന്റെ സന്നിധിയെ പ്രീതിജനകമായി വർദ്ധിച്ച് എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മുദ്രിതരായി ഭവിച്ചിടും
especially my own pastor, Father Robert Morgavis, and Father Larry Mark, and Father Francis Mudiawan, and Father Royce Melonical, Father Joseph Manan, and Father Matthew Kapimakel, and Father Reggie Paru. So thank you for and Monsignor Jim Kenneth is here, and I'm very grateful for your presence. And we have many deacons are also present here, representing the St. Diana Parish as well as my Annunciation Parish, and there are a lot of parish guys, number of parishes are from Annunciation Parish and St. Diana Parish, and then from my first assignment when I came to United States, I came to United States in 2007, and my first assignment was to be as a chaplain at St. Mary's Hospital in Waterbury. We have a few faces I see from St. Mary's Hospital, and thank you for your presence. Recognize the brothers and sisters here, especially Sister Therese, and also all the sisters here. And thank you for your yes to the Lord and your life serve the Lord. I do hope that many more women they will consider joining running this life from there. And thank you, sisters. I'm also blessed with the Nami family of my own. My mom has 5 brothers and 3 sisters, and my dad has 5 sisters and 3 brothers. And so I have so many cousins, and I am so grateful to all my family, and they are present here. They are all from different parts of the United States, and they are a huge support to me, and I thank you for that. And the seeds of my vocation were planted in my loving family, and my first and best seminary. We practiced faith, and my parents lived trusting God, they lived faith in His divine will. And my hearts are full of gratitude to my parents, my brothers and sisters, and my immediate family. They are all in India. And their presence, especially their presence at their gate, is also going to me today and always. I have my mom's sisters here, and my uncle here, and I have some cousins, and my classmate here, and we have so nice representation, and thank you for that. I just want to bring one thing which I do regularly, when I was a child. We would regularly have, as all the Catholic families in Kerala and India, we have a family prayer at home. Whether we are prayer or whether we don't want prayer sometimes in the evening, my parents, they made sure that it consistently happened every day. That was my start of the call to priesthood. And as I remember the prayer of priest, when they did it in Malayalam, I used to do that, still do, when I was a child. After my family prayer at home, my mom always learned that prayer for priest. And that also, my uncle is a priest in Kerala, and that also influenced me to
according to Prishur. And I might gratitude extend to all the parishes and communities I served, which I have been part of over the years. As you know, priesthood is a gift, a great gift of being a servant. In my 25 years serving as a priest, I have met incredible faithful men and women, and each has shown me the love of Jesus in their own unique way. The people of God have shaped the priest I am today. I am so grateful for all those to whom and with whom, and I have served my Lord. And I am also very grateful to the presence of our dear friends and our Night of Honor members of the Night of Honors, who are a number of Night of Honors members are here. We are also, as you know, we are also our parish. Many members are part of the Council of St. Philip in West Stratford, and I am grateful for your support and presence here. And also I am grateful to the choir members and the altar servers, and especially, and I was this parish at St. Thomas Sermon Church. It's a number of, it's been 10 years I am served here as your pastor and priest. And it was a great joy to be with you, and I am very grateful to all parishioners. I never imagined to do this or plan to do this. Silver Jubilee here. They are right now everything, and thank you all for your presence, especially our trustees and the former trustees and all the parish members, different family president and all the members, and everyone. I'm not naming anyone, but they are all in safe care, and I'm very grateful to all of you. And as you know, you are all